ദേ ആകെപ്പാടെ ബഹളാണ്, അടിച്ചുപൊളിയാണ്, പാട്ട് കേൾക്കലാണ്, കുത്തിമറിച്ചിലാണ്. വേറൊന്നുമല്ല, അപ്പനെ മോന് കിട്ടിയ സന്തോഷത്തിലാണ്. എല്ലാ ഞായറാഴ്ചകളിലും കിട്ടാറില്ല, അത് കാരണം കൊണ്ടാണ് ഭയങ്കര സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേ പപ്പ ഫുഡ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ന് പുട്ടും ചിക്കൻ കറിയും പപ്പ കൊടുത്തിട്ടാണ് മോൻ കഴിച്ചേക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ ഓരോ ചെരുപ്പ് വെച്ച് പട്ടി കടിച്ചു കുറച്ച് ടെറസിൻ്റെ മുകളിൽ ഉണർന്നിട്ടേക്ക് പറഞ്ഞു. പിന്നെ വേറൊരു ചെരുപ്പൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളിതേ പട്ടിക്കാട് വരെ പോവാട്ടോ. വേറൊന്നും ഞങ്ങളിങ്ങനെ ചുമ്മാ വീട്ടിൽ തന്നെ ഇരിപ്പല്ല ഞാനും മോനും എപ്പോഴും. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഇല്ലെങ്കിലും മിക്ക ഞായറാഴ്ചകളിലും ഒന്നും ഞങ്ങളിങ്ങനെ കറക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി കൊണ്ടുപോകാറുണ്ട്. പ്രത്യേകിച്ച് ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ വന്നിങ്ങനെ കറങ്ങി നടക്കാറുണ്ട്. ഞങ്ങൾക്കും ഒന്നും പുറമൊക്കെ ഒന്ന് കാണണ്ടേ അല്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തേന് ആവശ്യങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മൾ നിർത്തിവെച്ച പരിപാടി ബേക്കിംഗ് വീണ്ടും തുടങ്ങിയെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടി മേടിച്ചെത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മളിതേ പട്ടിക്കാടുള്ള ലാലീസ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റാ ഹൈപ്പർ മാർക്കറ്റാ എന്തോ ആണ് അവിടെ പോയി ഇതേ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ മോനെ ആകെ അടക്കിയിരുത്താനുള്ള ഒരേ ഒരു വഴി അതാണ് കേട്ടോ, ഫോൺ കാണിച്ചു കൊടുക്കുക. നല്ലതല്ല അറിയാം, എന്നാലും ഈ പുറത്ത് പോകുമ്പോൾ മാത്രം ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ അതെ അവിടെ ചെറിയൊരു പാർക്ക് പോലെയുണ്ടേ, അത് കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാ തവണയും കാണുന്നതാണ്, പുള്ളിക്ക് ഇതെന്താണെന്ന് വലിയ പിടിയൊന്നുമില്ല, അത് കാരണം കൊണ്ട് കരച്ചിലും ബഹളമൊന്നുമില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങനെ സമയമുണ്ട്, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കയറ്റാമെന്ന് വിചാരിച്ചു. പുള്ളി അവിടെ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം പുള്ളിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ, പിന്നെ നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് ഉരുസി നടക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതിനകത്ത് ഇരുന്നപ്പോൾ അവന് പേടിയായി. പിന്നെ വേഗം അവനെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ അമ്മാമ്മയുടെ അടുത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഒരു കൊറിയർ വരും വേഗം വരണം എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങ് പോന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ മറക്കണ്ടാത്തൊരു കാര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനേ.